ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും അച്ചായൻ്റെ ടേസ്റ്റിലോട്ട് സ്വാഗതം. ഇപ്പം ഇന്ന് നമുക്ക് കുക്കിംഗ് ഒന്നുമില്ല, പകരം ലണ്ടനിലെ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിസ്മസ് ലൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കുറച്ച് ഫുഡും കഴിക്കാം. അപ്പോൾ പോരുന്നോ? കൂട്ടുകാരെ, എന്താ രസം നോക്കിയേ, ലണ്ടൻ ടവർ ബ്രിഡ്ജ് കാണാനായിട്ട്. ആക്ച്വലി ഇത് ടവർ ബ്രിഡ്ജാട്ടോ, പക്ഷേ ചില ആൾക്കാർ തെറ്റായിട്ട് പറയാറുണ്ട്, ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയും. ഇതല്ല ലണ്ടൻ ബ്രിഡ്ജ്, ഇത് ടവർ ബ്രിഡ്ജ് എന്നാണ് ഇതിന് പറയുന്നത്. മാനെ കാണാൻ എന്താ ഭംഗിയല്ലേ, പക്ഷേ ഈ മാൻ്റെ അടുത്ത് കുറുക്കൻ എന്താ കാര്യം? അത് മാത്രമല്ല, ഒരു കിളിയും നിൽക്കുന്നുണ്ട് മാൻ്റെ മുകളിൽ. എന്തായാലും ഓസം അല്ലേ, ബ്യൂട്ടിഫുൾ. എന്ത് ഭംഗിയല്ലേ സ്ഥലങ്ങൾ കാണാനായിട്ടല്ലേ. അപ്പോൾ കൂട്ടുകാരെ, ഇത് പിക്കാഡിലി സർക്കസ് ആണ്. ഇവിടെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റുകളുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈറ്റ് ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ സമയം ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കണേ പ്ലീസ്. ഈ സ്ട്രീറ്റിൽ എവിടെ നോക്കിയാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാലാഖമാരാണ്. അത് മാത്രമല്ല, ചില മാലാഖമാരെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. പല പൊസിഷനിലാണ് മാലാഖമാർ നിൽക്കുന്നത്. ഇപ്പം നമ്മൾ നടക്കുന്നത് ശരിക്കും ഫുട്പാത്ത് അല്ല കേട്ടോ. ആക്ച്വലി ഇത് റോഡ് ഡിവൈഡറിലെ കൂടിയാണ് നടക്കുന്നത്.
ഇത് വലിയൊരു ടോയ് ഷോപ്പാണ് ലണ്ടനിലെ ഹാമിലീസ് എന്ന് പറയാൻ നേരത്ത് എല്ലാവരും അറിയപ്പെടുന്ന ടോയ് ആണ്. ഈ ടോയ്സ് ഇല്ലാത്ത എന്ത് ക്രിസ്മസ് അല്ലേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ റീജൻ സ്ട്രീറ്റിൽ നിന്ന് ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നല്ല ഷോപ്പുകളുടെ വിൻഡോ ഡിസ്പ്ലേ കാണാം. ക്രിസ്മസിൻ്റെ കളറായ റെഡ് കൊണ്ടിട്ടാണ് ഈ കട കംപ്ലീറ്റ് അലങ്കരിച്ചേക്കുന്നത്. നന്നായിട്ടുണ്ടല്ലേ. കൂട്ടുകാരെ, ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് സെൽഫ്രിഡ്ജസ്. ഇവരാണ് ഏറ്റവും കൂടുതൽ കാശ് സ്പെൻഡ് ചെയ്തിട്ട് വിൻഡോ ഡിസ്പ്ലേ എല്ലാം ചെയ്യുന്നത്. ഷാൻഡ്ലിയർ അല്ലേ, ഇറ്റ്സ് ഓസം. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ നമ്മൾ നടക്കുന്നത് ന്യൂ ബോൺ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ട്രീറ്റിലൂടെയാണ്. ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ഇത്. ഇവിടെ കൂടുതൽ ഡിസൈനർ ഷോപ്പുകളാണുള്ളത്. ഈ സ്ട്രീറ്റിൽ വരുമ്പോൾ വേറൊരു ഫീല് തോന്നുന്നുണ്ട്, അതായത് ഒരു ഏഷ്യൻ ഫീല്. നമ്മുടെ ദേശീയ പക്ഷിയായ മയിലിൻ്റെ ഫീലുകളാണ് ഈ സ്ട്രീറ്റിൽ. അടിപൊളി അല്ലേ. കൂട്ടുകാരെ, മാനത്ത് നിന്നുണ്ടേ ഒരു വിളക്ക് ഭൂമിയിലോട്ട്.
അപ്പോൾ ഇവിടെ ഒരു പിങ്ക് മയം ഉണ്ട്. കൊച്ചു കൊച്ചു ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പം നമ്മൾ വന്നേക്കുന്നത് ഒരു അഫ്ഗാനി റെസ്റ്റോറൻറ്റിലാണ്. നമ്മൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ലൈറ്റും ചെറിയ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇവിടെ എന്താണുള്ളതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആക്ച്വലി ഇത് ലാം കടായി പോലെയൊക്കെയാണ്. ഇത് ലാം കടായിയുടെ വേറൊരു പേരാണ് കറാഖി എന്നാണ് ഈ അഫ്ഗാനിൽ പറയുന്നത്. നല്ല മീറ്റൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. കൂടുതലും ഇത് ടൊമാറ്റോയുടെ ടേസ്റ്റാണ്. ടൊമാറ്റോൻ്റെ ടേസ്റ്റാണ് കൂടുതലുള്ളത്. ടൊമാറ്റോയിലാണ് ഇത് കൂടുതൽ കുക്ക് ചെയ്യുന്നത്. അധികം സ്പൈസസ് ഒന്നുമില്ല. അപ്പം നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി സോസ് ഉണ്ട്. ചില്ലി സോസ് ഇതിൻ്റെ ഒപ്പം ഉണ്ട്. ചില്ലി സോസ് ഇട്ടുവാണെങ്കിൽ കഴിക്കാം നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ. ലാം ചോപ്സ് ഗ്രില്ല് ചെയ്തേക്കുന്നതാണ്. നമുക്ക് കുറച്ച് ഗാർലിക് സോസ് ഇട്ട് കഴിച്ചു നോക്കാം. ഇതാണ് കാബുളി പലാവ് എന്ന് പറയും. ഇത് അഫ്ഗാനികളുടെ മെയിൻ ഡിഷാണ് കാബുളി പലാവ്. ഇത് ആട്ടിൻ്റെ കാലുകൊണ്ട് ലാം ഷാങ്കാണിത്. നമ്മുടെ ഒരു ബിരിയാണി പോലെയാണ് ഇത് ചെയ്യുന്നത്. ക്യാരറ്റാണ് ഇതിൽ ഇടുന്നത്. മധുരം ഉണ്ടാവും. ഇത് കുറച്ച് സ്വീറ്റാണിത്. റൈസിനൊക്കെ നല്ല നീളമുണ്ട്. പക്ഷെ ഇന്നത്തെ കറികളൊക്കെ കുറച്ച് നമ്മുടെ സാറിന് ഇവിടെ വരാറുണ്ട്. ഫ്രണ്ട്സും പിള്ളേരൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ എപ്പോൾ വന്നാലും ഫുഡ് ഒരേപോലെയല്ല ഇവിടുത്തെ. ഇന്നത്തെ ലാം ഖറായി കറിക്ക് ഇത്തിരി പുളി കൂടുതലാണ്. എനിക്കൊന്നും ടൊമാറ്റോ കൂടി പോയതുകൊണ്ടായിരിക്കും. ചോപ്സ് കുഴപ്പമില്ല. ഇത്തിരി ചില്ലി സോസൊക്കെ ചില്ലിയൊക്കെ ഇട്ടിട്ട് ചില്ലി ഫ്ലേക്കൊക്കെ ഇട്ട് ഉണ്ടാക്കിയ ചോപ്സാണ്. ലാം ചോപ്സ് റിയലി നൈസ്. ആൻഡ് കാബുളി പലാവ് ഈസ് റിയലി നൈസ്. നമ്മുടെ ബിരിയാണി പോലെയൊക്കെ തന്നെ, പക്ഷെ ആടിൻ്റെ ഒരു കാലിൻ്റെ അറ്റത്തെ ഭാഗം ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. മീറ്റൊക്കെ കണ്ട നല്ല സോഫ്റ്റായിട്ട് കുക്ക് ചെയ്തതാണ്. ഇതെല്ലാം സ്ലോ കുക്ക് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. റിയലി നൈസ്. എല്ലിൽ നിന്ന് വിട്ടുപോരുന്ന പരുവത്തിലാണ് മീറ്റെല്ലാം കണ്ട. അതൊരു 4-5 മണിക്കൂർ ഇവർ സ്ലോ കുക്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ എരിവൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു മീറ്റിൻ്റെ നല്ലൊരു ഫ്ലേവർ ഇതിലുണ്ടാവും. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടുത്തെ ക്രിസ്മസ് ലൈറ്റും എല്ലാവരും ആസ്വദിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. ആസ്വദിച്ചെങ്കിൽ ഈ ലൈക്കൊന്നും അടിക്കാൻ മറക്കരുത് പ്ലീസ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ വരുന്നവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു അഗെയിൻ. താങ്ക് യു. ബൈ. Hey, jingle bells, jingle all the way. Oh, what fun it is to ride in one horse open sleigh. We wish you a Merry Christmas and a Happy New Year.